എല്ലാവർക്കും ഹരിയും. ആദ്യമായി സംസ്കാരം സംഘടനാ സേവ SPYSS NYC ഓൺലൈൻ മലയാളം വിഭാഗം എല്ലാ വ്യാഴാഴ്ച തോറും നടത്തിവരുന്ന ശ്രീമദ് ഭഗവത്ഗീത അധ്യയനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അധ്യയനത്തിന്റെ 110ാമത്തെ ദിവസമാണ്. 11ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിനാണ് നാം ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ അധ്യായം ഭഗവത്ഗീതയിലുള്ള 18 അധ്യായങ്ങളിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് എന്നാണ് കരുതുന്നത്. ഇതിനെപ്പറ്റി വിവരണം EV നാരായണൻ തന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതായിരിക്കും. ഇന്ന് 1 തൊട്ട് 6 വരെ ഉള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ലതാ ദിവാകരക്കയും അതിനുശേഷം ഈ പുതിയ അധ്യായം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് EV നായർ അണ്ണനുമാണ്. രമ അക്ക ഇന്നത്തെ 6 ശ്ലോകങ്ങളുടെയും ചാൻഡിങ് ഗൈഡൻസ് നിർവഹിക്കുന്നതാണ്. 1 തൊട്ട് 3 ശ്ലോകങ്ങൾ വരെ ഏറ്റു ചൊല്ലുന്നത് ബിനി അക്കയും ബാക്കപ്പിന് ഈ ശ്ലോകങ്ങളുടെ വിവരണം നൽകുന്നത് ജ്യോതി അക്കയുമാണ്. 4 തൊട്ട് 6 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലുന്നത് ഓമന CK അക്കയും ഈ ശ്ലോകങ്ങളുടെ വിവരണം നൽകുന്നത് ജയശ്രീ S അക്കയുമാണ്. ബാക്കപ്പിനായി ചാൻഡിങ്ങിന് ഗിരിജ രാജേന്ദ്രൻ അക്കയും എക്സ്പ്ലനേഷന് പ്രീജിത അക്കയും ഉണ്ട്. ഇപ്പോൾ ധ്യാന ശ്ലോകം ചൊല്ലുവാനായി ലതാ ദിവാകരക്കയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ ഹരിയോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു വ്യാസ വിശാല ബുദ്ധേ ഭുല്ലാരവിന്ദായ പത്രനേത്ര येन त्वया भारत तैलपूर्णा प्राज्वालितो ज्ञानमय प्रदीपा. प्रपन्न पारिजाताय स्तोत्रवत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः. सर्वोपनिषदो गावा धोक्ता गोपालनन्दनः पार्थो वत्ससुधीर्भोक्ता भुक्तं गीतामृतं महत्. वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम्. भीष्मद्रोणतडा जयद्रथजला गान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला. अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तक केशवः. मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्. यं ब्रह्मा वरुणेन्द्ररुद्रमरुता
स्तुन्वन्ति दिव्यैस्तवै वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगः ध्यानावस्थित तद्गतेन मनसा पश्यन्ति यं योगिनः यस्यान्तं न विदुसुरासुरगणा देवाय तस्मै नमः हरि ओम. ഹരിയമക്ക വളരെ ഭക്തിപൂർവം വളരെ നന്നായി ആലപിച്ചു ധ്യാന ശ്ലോകം ലതാ ദിവാകരക്ക. അടുത്തതായി EV നായർ അണ്ണനെ ഇൻട്രൊഡക്ഷൻ പറയാനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയമണ്ണ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിശ്വരൂപ ദർശനം അധ്യായം 11. നേരത്തെ ജതീന്ദ്രനാഥൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളിലും വെച്ച് ഏറ്റവും മനോഹരമായ ദാർശനിക കവിതയാണ് അധ്യായം 11 വിശ്വരൂപ ദർശനം എന്നാണ് പറയുന്നത്. അത്രയും മഹത്തായ ഒരു അധ്യായത്തിന്റെ ഒരു വിവരം അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആമുഖമായിട്ട് ഒരു 15 മിനിറ്റിൽ പറയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ വിശദമായിട്ട് ശ്ലോകം ചൊല്ലുമ്പോൾ അതിന് അർത്ഥം പറയാൻ ജ്യോതിയൊക്കെയും ജയർഷിയൊക്കെയും പ്രീജിതൊക്കെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ആശ്വാസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ അർത്ഥം ചോരാതെ ആശയത്തിൽ ഒട്ടും തനിമ നഷ്ടപ്പെടാതെ അവർ കഥ പറഞ്ഞു തരുന്നുള്ളത് ഇതുള്ളത് കൊണ്ട് അറിവുള്ളത് കൊണ്ട് ഞാൻ കഴിയുന്നത് ഒന്ന് തൊട്ട് തലോടി പോകുന്ന പോലെ ഒരു പോക്ക് പോകാം. കാരണം അത് വിശദമായി ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നേരത്തെ 10-ാം അധ്യായത്തിന്റെ തുടക്കം അതിനെ ബേസ് ആക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചിത്രം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 10-ാം അധ്യായത്തിൽ അവസാനമായിട്ട് ഭഗവാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ സത്വത്തിന്റെ ഒരംശം, വെറും ഒരംശം, ഒരു തരി എന്നാണ് പറയുന്നത്. അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതിലടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭഗവാന്റെ മൊത്തം രൂപമല്ല, ഒരു തരി അതിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അർജുനന് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഭഗവാൻ തീരുമാനിക്കുകയാണ്, ഒരു ശരിയായ ഒരു ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഇവിടെ നടക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു സിദ്ധാന്തം, ഭഗവാൻ ഒരു സിദ്ധാന്തം പറയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആദിയും അന്ത്യവും ഇല്ലാത്തവനാണ് എന്നൊക്കെ എല്ലാ വിശേഷം നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ആ വിഭൂതിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ കീർത്തിയെ പറ്റിയിട്ട് ഒരു ആമുഖമായിട്ട് പറഞ്ഞ അതൊരു സിദ്ധാന്തമാണ്. ഇനിയിപ്പോൾ അതിനുള്ള വസ്തുതകൾ കളക്ട് ചെയ്തിട്ട് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഒരു സയന്റിഫിക് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ പ്രാക്ടിക്കലായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതോടുകൂടി ചിത്രം പൂർണ്ണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശ്വരൂപ ദർശനത്തിന്റെ ആ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഇതിനെ സാധൂകരിക്കുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ ഓപ്പുലൻസസ് എന്ന് പറയും. ഓപ്പുലൻസസ് എന്ന് പറഞ്ഞ പോലെ കീർത്തി, ഭഗവാന്റെ കീർത്തിയെ സാധൂകരിക്കുന്നതാണ് ഈ വിശ്വരൂപ ദർശനം. എന്താണ് വിശ്വരൂപ ദർശനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അർജുനന് സംശയം മാറിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സംശയം മാറിയിട്ടില്ല. അപ്പോ ഭഗവാൻ അറ്റ കൈയായിട്ട് തന്റെ ശരിയായ രൂപം, ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. ആ വിശ്വരൂപത്തിനെ പറ്റിയിട്ട് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും. ഒരു സാധാരണമുള്ള ശ്രീകൃഷ്ണന്റെ ഒരു സാധാരണമുള്ള സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഒരു വളരെ കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയ ഒരു രൂപമല്ല ഇവിടെ കാണുന്നത്. ഭഗവാന്റെ ഒരർത്ഥത്തിൽ ഒരു കരാള രൂപമാണ് കാണിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വ രൂപമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണെന്നുള്ള ഒരു പ്രതീതി അർജുനന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന രൂപമായതുകൊണ്ട് തന്നെ അതിന് അന്ത്യവുമില്ല ആദ്യമില്ല എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ രണ്ട് വസ്തുക്കൾ വേറെ വേറെയാണെന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന് ഒരു മേശ പിന്നൊരു മേശ, ഇത് രണ്ട് മേശയാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? അതിന്റെ മധ്യത്തിൽ ഒരു ആകാശമുണ്ട്, അല്ലെങ്കിൽ സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ വായു ഉണ്ട്. കണ്ടിന്യൂറ്റി ഇല്ല, തുടർച്ചയായിട്ട് ഇല്ല. അപ്പോഴാണ് നമ്മൾ രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഈ രൂപത്തിന് ആ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഇല്ല.
അപ്പോ ആദ്യവുമില്ല അന്ത്യവുമില്ല, ഒരു കണ്ടിന്യൂറ്റി ആണ്. മൊത്തമായിട്ട് ദി ഹോൾ യൂണിവേഴ്സ്, പ്രപഞ്ചം മുഴുവൻ ഒറ്റ ഒന്നായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടി തോന്നും. ആ ഒരു രൂപമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ ആകാശമില്ലാത്ത ഒരു ഗ്യാപ്പ് വരാത്ത തരത്തിൽ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ആ രൂപം അതെങ്ങനെയുള്ള രൂപമാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ആയിരക്കണക്കിന് മുഖങ്ങൾ, ലക്ഷക്കണക്കിന് കൈകൾ, കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെയുള്ള മുഖം, രണ്ട് കണ്ണുകൾ സൂര്യനും ചന്ദ്രനെയും പോലുള്ള കണ്ണുകൾ എന്നാണ് പറയുന്നത്, തിളങ്ങുന്ന കണ്ണുകൾ. അപ്പോഴത് ഒരു കരാള രൂപം ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ്. അതില് അഗ്നി അങ്ങനെ പ്രവഹിക്കുകയാണ് ആ വായിൽ നിന്ന്. ആ വായിലേക്ക് ധൃതരാഷ്ട്രരും പുത്രന്മാരും കൗരവർ മൊത്തമായിട്ട്, കർണനും ദ്രോണരും കൃപരും എല്ലാവരും കൂടെ ആ കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്ക് വന്ന് വീഴുന്നത് അർജുനൻ കാണുന്നു. അപ്പൊ അർജുനൻ എങ്ങനെ കാണുന്നെന്ന് അറിയാം. അത് തുടക്കത്തിലുള്ള ഒരു പോയിന്റാണ്. അർജുനന് ഇതൊന്നും കാണാൻ പറ്റില്ല, കാണാനുള്ള ശക്തിയില്ല. അപ്പോൾ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ യോഗ മായ കൊണ്ട് അർജുനന് ആ കഴിവ് ഉണ്ടാക്കി കൊടുക്കും. നിനക്കിത് കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിനക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ശക്തി തരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ അർജുനൻ ആ രൂപം കാണുന്നു. അതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇതുണ്ടല്ലോ, പിന്നെ വിഭൂതിയിൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാത്തിലും ഉത്തമനാണ്. സൂര്യനിലും ഞാൻ ആദിത്യനിലും ഞാൻ സൂര്യനാണ്, ഇന്ദ്രനിൽ ഞാൻ ദേവനാണെന്നും പറഞ്ഞിട്ട് അത് ഒരു വലിയ ഒരു ലിസ്റ്റ് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അപ്പോഴ് അർജുനന് ഇത് അവസാനം ഇത് കാണാൻ പറ്റുന്നില്ല. അർജുനൻ പറഞ്ഞിട്ട് അർജുനൻ ഇങ്ങനെ ആദ്യം ഇത് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രൂപം കാണുമ്പോൾ അർജുനന് ഭയം വരും. അതിലേക്ക് എന്താണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഇവനെ ഉത്തേജിപ്പിക്കണം, അർജുനനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയാണ്, നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതെല്ലാവരെയും ഞാൻ കൊല്ലുന്നു തന്നെ ഒരു വരിയിൽ പറയുന്നുണ്ട്. നീ നിന്റെ ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ചെയ്യാൻ പോവുകയാണ്. കാരണം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നീ എന്നെ കൊണ്ട് ഇത് ചെയ്യരുത്, അല്ലയോ അർജുന, നീ എന്നെ കൊണ്ട് ഇത് ചെയ്യരുതെന്ന് പറയും. അതിൽ കൂടെ പറയുന്നുണ്ട്, ഈ ദുര്യോധനും കർണനും ദ്രോണരും ഒക്കെ മരിച്ചു കഴിഞ്ഞു. കാരണം നിനക്ക് ത്രികാലജ്ഞാനമില്ല, എനിക്കത് ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, അവരൊക്കെ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നീ ചെയ്യുന്ന ഒരു വെറും നിന്റെ ഒരു ഡ്യൂട്ടി മാത്രമേ നീ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിലും അതൊക്കെ സംഭവിച്ചിരിക്കും. അങ്ങനെ ഇത് ആലോചിക്കുമ്പോൾ നമ്മുടെ തന്നെ തല ആകെ കറക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഇതിലുള്ളത്. കൃത്യമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞാൽ ഈ അരമണിക്കൂറോ ഒരു മണിക്കൂറോ തീരും തോന്നില്ല. അല്ലാതെ നമുക്ക് സ്വാമിജി അവസാനം വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ചിത്രം വ്യക്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രൂപത്തിനെ കണ്ടിട്ട് അർജുനന്റെ പേടി കൊണ്ട് അർജുനൻ അവസാനം പറയാണ്, എനിക്കിത് കാണണ്ട. എന്നിട്ട് എന്താ പറയുന്ന അറിയാം, മാപ്പ് ചോദിക്കുകയാണ് കൃഷ്ണനോട്. കൃഷ്ണ, ഞാൻ നിന്നെ കൃഷ്ണ, യാദവ, സഖേ, സുഹൃത്തെ, സ്നേഹിത എന്നൊക്കെ ഞാൻ വിളിച്ചിരുന്നു. ഇതുപോലുള്ള ഒരു രൂപമാണ് നിന്റെതെങ്കിൽ ഞാൻ ഈ ചെയ്തത് മുഴുവൻ തെറ്റാണ്, ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു കൃഷ്ണ എന്ന് പറയാറില്ല. കാരണം അതില് പ്രപഞ്ചത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള രൂപമാണ് ഭഗവാൻ കാണിക്കുന്നത്. കാരണം ഭഗവാൻ സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും നടത്തുന്ന ഒരു രൂപം. ബ്രഹ്മാവും ശിവനും ബാക്കി എല്ലാ ദേവതകളും അതിന് താഴെ വരുന്നുള്ളൂ. ഇപ്പൊ ഋഷിമാര് ഇങ്ങനെ തപസ്സരിക്കുന്നു, ദേവന്മാര് ഈ കാഴ്ച കാണാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുമ്പോൾ അർജുൻ അവസാനം പറയാണ്, കൃഷ്ണ എനിക്കിത് കാണണ്ട, എനിക്ക് കാണാൻ പറ്റില്ല, ഭയം തോന്നുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. എന്നിട്ട് പറയാണ്, ശംഖ്, ചക്രം, ഗദാ, പത്മം അത് ധരിച്ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഭഗവാനെ കാണാനാണ് എനിക്കിഷ്ടം. അർജുനൻ പറയാണ്, എനിക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷെ എനിക്ക് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ ആ പഴയ പൂർവ്വരൂപത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ നന്നായിരുന്നു എന്ന് അവസാനം പറയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ധാരാളം വർണ്ണനകളുണ്ട്. ഈ രൂപത്തിനെ പറ്റിയുള്ള വർണ്ണനകൾ എത്ര പറഞ്ഞാലും തീരാത്തത്ര വർണ്ണനകളുണ്ട്. പക്ഷെ അർജുനന്റെ ആഗ്രഹപ്രകാരം അവസാനം കൃഷ്ണൻ പറയാണ്, ഇതാണ് ഇതിന്റെ സത്യം, ഈ വിശ്വരൂപത്തിന്റെ സത്യം ഇതാണ്, ഞാനാണ് വിശ്വം, ഈ രൂപം മുഴുവൻ ഞാൻ നിറഞ്ഞു നിൽക്കുന്നു, നീ വേറെ ഒന്നും നീ തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ എൻ്റെ സ്വയം രൂപത്തിലേക്ക് അല്ലെങ്കിൽ പൂർവ്വരൂപത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാണെന്നും പറഞ്ഞിട്ട് പിന്നെ ഭഗവാൻ
സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ചാപ്റ്ററിൽ ഇത്രയും വളരെ ഭംഗിയായിട്ട് അതിന്റെ നറേഷൻ അല്ലെങ്കിൽ അതിന്റെ വർണ്ണന അത് എത്ര പ്രാവശ്യം ചൊല്ലിയാലും എത്ര പ്രാവശ്യം കേട്ടാലും മതിയാകില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ വ്യാഖ്യാനം വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് അതിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനെ പൂർണ്ണ പിന്തുണ നൽകി ഈ ചാപ്റ്റർ മൊത്തം കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൂടുതൽ പറയാനുള്ള ഇതില്ല, സൗകര്യമില്ല, സമയമില്ല. ഏതായാലും ഈ സൗകര്യം അല്ല ഇത്രയും തന്ന ഈ സമിതിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരിയോം. ഹരിയോം നാരായണ. നാരായണന്റെ ഈ ചുരുക്ക വിവരണം കേട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ എല്ലാം മനക്കണ്ണുകൊണ്ട് ഭഗവാന്റെ ഭയാനകമായ വിശ്വരൂപം കണ്ട ഒരു പ്രതീതി ആണ് നാരായണൻ തന്നത്. വളരെ നന്ദി നാരായണൻ. അടുത്തതായി ചാൻറ്റിങ് 1 തൊട്ട് 3 വരെയുള്ള ശ്ലോകം ചാൻറ്റ് ചെയ്യാനായി രമാക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ അത് ഏറ്റു ചൊല്ലുവാനായി ബിനിയക്കയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം രമാക്ക. ഹരിയോം ബിനിയക്ക. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. പാരായണം തുടങ്ങാം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ഏകാദശോऽധ്യായഃ. വിശ്വരൂപദർശനയോഗഃ. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജ്ഞിതം യത്ത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. 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 ശ്ലോകം 2. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ. ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം. ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ.
ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ त्वत्तः कमलपत्राक्ष माहात्म्यमपि चाव्ययम् ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം भवाप्ययौ हि भूतानां श्रुतौ विस्तरशो मया त्वत्तः कमलपत्राक्ष माहात्म्यमपि चाव्ययम् ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമപി ചാവ്യയം ശ്ലോകം 3 ഏവമേതദ്യഥാ തത്വം ഏവമേതദ്യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമാ ഐശ്വരം പുരുഷോത്തമാ ഏവമേതദ്യഥാ തത്വം ആത്മാനം പരമേശ്വര ഏവമേതദ് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമാ ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമാ ഏവമേതദ് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമാ ഏവമേതദ് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമാ ഹരി ഓം. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധ്യായം 11 വിശ്വരൂപ ദർശന യോഗത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മുതൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോ ഭഗവത്ഗീതയില് വിശ്വദർശന രൂപദർശന യോഗം ആ യോഗത്തിന് മുൻപേയുള്ള 10 യോഗങ്ങൾ എന്താ പറയണത് എന്ന് വെച്ചാല് ഭഗവാൻ അർജുനന് ആത്മവിദ്യ ഉപദേശിക്കുന്നതാണ് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങള്. അപ്പൊ ഈ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ആത്മവിദ്യ ഉപദേശിച്ചതിന് ശേഷം വിശ്വരൂപം ദർശിച്ചതിന് ശേഷമാണ് ഈ ആത്മവിദ്യ എങ്ങനെ സാധനയായിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോ നമ്മളിത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ കുറെ ഭജൻസ് പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. ആ ഭജൻസ് പഠിച്ചാല് ആ ഭജൻസ് നമുക്ക് ചൊല്ലാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ വേണം, അല്ലെ? നമ്മൾ ഒരു ഭഗവാനെ കുറിച്ച് ഒരുപാട് പ്രകീർത്തിച്ച് ചൊല്ലുമ്പോ ആ ചൊല്ലുന്നതിന് നമുക്കൊരു ധൈര്യം, ഇത് ചൊല്ലിയാൽ നമുക്കിതിന് ഫലമുണ്ടാവും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അതിന് നമുക്ക് ജീവിതത്തിൽ ഒരു അനുഭവം വേണം. അപ്പൊ ആ അനുഭവമാണ് അർജുനൻ ഇവിടെ ഭഗവാൻ വിശ്വരൂപമായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലാളി വീരനാണ്. എല്ലാ തരത്തിലുള്ള വിദ്യകളും അദ്ദേഹത്തിന് അറിയാം. അർജുനന് അറിയാത്ത വിദ്യകള് ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും
വിദ്യാസമ്പന്നനായ അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ വന്നപ്പോ വിറക്കുകയാണ് ചെയ്യണത്. എന്റെ ഗുരുക്കന്മാരാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ഇവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. അത് വരാനുള്ള കാരണം എന്താണ്? ഈ ആത്മവിദ്യ എന്നുള്ളത് ആർക്കുണ്ടായിരുന്നില്ല? അർജുനന് ഉണ്ടായിരുന്നില്ല. അപ്പോ ആ ആത്മവിദ്യ എന്നുള്ളത് ഉപദേശിക്കുകയാണ് ആര് ചെയ്തത്? ഭഗവാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോ 10 അധ്യായങ്ങളിൽ നിന്ന്, ഇൻക്ലൂഡിങ് വിഭൂതി യോഗം, ആ 10 അധ്യായങ്ങളിൽ നിന്ന് അർജുനന് മനസ്സിലായി എന്താണ് ആത്മവിദ്യ. ഞാൻ എന്നുള്ള ഭാവം അർജുനന്റെ ആരെടുത്തു കളയാണ് ചെയ്യണത്? ഭഗവാൻ എടുത്തു കളയാണ് ചെയ്യണത്. ആ ഞാൻ എന്നുള്ള ഭാവം എടുത്തു കളഞ്ഞപ്പോ അർജുനന് സ്വമേധയാ ധൈര്യം ഇങ്ങോട്ട് വരികയാണ്. കാരണം ഞാനും ഭഗവാനും രണ്ടല്ല, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ഈ ശക്തി തന്നെയാണ് എന്റെ ശരീരത്തിലുള്ളത്. ഇത് രണ്ടും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്നുള്ളത് അർജുനന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. ഇതേ ഒരു ഉറപ്പല്ലേ നമുക്കും ജീവിതത്തിൽ വേണ്ടത്? നമ്മൾ ഞാൻ ചെയ്തു, ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ടായി, ഞാൻ ഇത് ചെയ്തപ്പോ ഈ ഞാൻ ആരാണ്? ഞാൻ എന്നുള്ളത് ഭഗവാനാകുമ്പോ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും ഭഗവാനുള്ള സമർപ്പണമാകുമ്പോ അവിടെയാണ് ആത്മവിദ്യ എന്നുള്ളത് പറയുന്നത്. ഞാൻ ഇന്ന പോസ്റ്റിൽ ഇരുന്നു, അന്ന് അത് ചെയ്തു, ഞാൻ ഇത്ര സമ്പാദിച്ചു, ഇത്ര എന്റെ മക്കൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇതുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ ഒരു ഭാഗത്ത് നമുക്ക് തരുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഞാൻ എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ നശിച്ചു പോകും. അപ്പോ ആ ആത്മവിദ്യയാണ് ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുത്തത്? അർജുനന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ 10 അധ്യായം കഴിഞ്ഞപ്പോ അർജുനന് മനസ്സിലായി, ഇനി എനിക്ക് സധൈര്യം എന്തും നേരിടാം. കാരണം ഭഗവാനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് അർജുനന് ഉണ്ടാവുകയാണ്. അപ്പൊ ആ തിരിച്ചറിവിലുള്ള അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ പറയാണ്, മതനുഗ്രഹായ, എന്നെ അനുഗ്രഹിക്കാനായിട്ട് പരമം ഗുഹ്യം അധ്യാത്മ സംചിതം എന്നാണ് പറയുന്നത്. അപ്പൊ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും കേൾക്കാതിരിക്കേണ്ടത് എന്നല്ല രഹസ്യം എന്നുള്ളതിന്റെ അർത്ഥം. ഗുഹ്യം എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടവരെ അത് കേൾക്കാൻ പാടുള്ളൂ എന്നാണ്. അതായത് നമ്മുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആരോടും പറയരുത് കേട്ടോ, അതാണ് നമ്മളുടെ രഹസ്യം. അതല്ല യഥാർത്ഥത്തിൽ രഹസ്യം. ഗുഹ്യം എന്ന് പറഞ്ഞാൽ അത് അർഹതയുള്ളവര് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഭഗവത്ഗീതയൊക്കെ നമ്മൾ സാധാരണക്കാരോട് പോയി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താവും അവസ്ഥ? സത്യമായിട്ട് അവർ പറയും നമുക്ക് വട്ടാണെന്ന്. കാരണം ഇത് മനസ്സിലാക്കാനുള്ള തലം അവർക്കായിട്ടില്ല. അതാണ് അതിന്റെ സത്യം. അപ്പൊ അതുകൊണ്ട് ഇത് ഗുഹ്യമായിട്ടുള്ള ഈ രഹസ്യം, ഈ 10 അധ്യായത്തിലൂടെ ഗുഹ്യമായിട്ടുള്ള രഹസ്യമാണ് ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നത് എന്നാണ് ആര് പറയണത്? അർജുനൻ പറയുന്നത്. അപ്പൊ എന്താ പറയണേ? യത്വയോക്തം വജസ്തേന മോഹോയം വിഗതോ മമ. ഭഗവാനെ, അങ്ങയുടെ ഈ വാക്കുകൾ കേട്ടതിൽ നിന്ന് മോഹ എന്ന് പറഞ്ഞ വ്യാമോഹം, എന്റെ അവിവേക ബുദ്ധി, അയം വിഗത മമ, ഇതാ വിട്ടുപോയിരിക്കുന്നു. എന്റെ മനസ്സിൽ നിന്നുള്ള അവിവേകം, ഞാനാണ് ഇത് ചെയ്യുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഈ ഒരു സംശയങ്ങളെല്ലാം എന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരിക്കണു എന്ന് പറയാണ് ഒന്നാമത്തെ ശ്ലോകത്തില്. രണ്ടാമത്തെ ശ്ലോകത്തില് പറയാണ്, ഭയാപ്യയോ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോമയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പത്തിയെ കുറിച്ചിട്ട്, നാശത്തിനെ കുറിച്ചിട്ട്, സകല ജീവജാലങ്ങളിലും എല്ലാ ഭൂതങ്ങളുടെ ഉത്ഭവത്തിനെ കുറിച്ചും നാശത്തിനെ കുറിച്ചും എല്ലാം വിശദമായിട്ട് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങയിൽ മാത്രമാണ് എല്ലാ ചരാചരങ്ങളും ഒതുങ്ങിയിരിക്കുന്നത് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെയുള്ള ഈ ഭഗവാനിൽ മാത്രമാണ് എന്തുള്ളത്? അനശ്വരത്വം എന്നുള്ളത്. ബാക്കി എല്ലാത്തിനും ആദ്യമുണ്ട്, അന്തവുമുണ്ട്. അന്ത്യവുമുണ്ട്. ഇതില്ലാത്തത് ആർക്ക് മാത്രമാണ്? ഭഗവാന് മാത്രമാണ്. അനശ്വരൻ എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. ആ തത്വം എനിക്ക് ഭഗവാൻ ഈ 10 അധ്യായങ്ങളിലൂടെ, ഇത്രയും ഈ യോഗങ്ങൾ പറഞ്ഞു തന്നതിലൂടെ മനസ്സിലാക്കി തന്നു. അപ്പോ ഈ ഭഗവത്ഗീതയിൽ പറയണത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് കുറച്ച് ശ്ലോകങ്ങൾ പഠിക്കുക, അത് കാണാതെ എവിടെയെങ്കിലും ചൊല്ലുക, ഇത് ആരൊക്കെങ്കിലും ഉപദേശിക്കുക, അതില് നമ്മൾ അവസാനിപ്പിക്കരുത്. ഇതിലെ തത്വങ്ങള് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ
പകർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ നമ്മൾ ഈ 1 മണിക്കൂർ ചെലവഴിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. ധൃതരാഷ്ട്ര ഗീതോപദേശം കേട്ട പോലെ ഭഗവത്ഗീത കേട്ടിട്ട് യാതൊരുവിധ കാര്യമില്ല. ആ ഗീതാ ഉപദേശം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ചോദിക്കണത് എന്താന്ന് വെച്ചാൽ ദുര്യോധനൻ ജയിക്കുവോ യുദ്ധത്തില് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അതുപോലെ യാതൊരു കാരണവശാലും ഭഗവത്ഗീത കേൾക്കരുത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് അത്രയും ആത്മസത്ത ഉള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. എങ്ങനെ നമ്മൾ നമ്മളുടെ ജീവിതം ജീവിച്ചു തീർക്കണം എന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് ഭഗവത്ഗീത മാത്രമാണ്. ഇത് വേണ്ട വിധത്തിൽ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ജീവിതത്തിൽ പരാജയം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. പക്ഷെ അത് അനുഷ്ഠിക്കണം. വെറുതെ വായിച്ച് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇത് വേറൊരാൾക്ക് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ ആ ഉപദേശിട്ട് ആരും കേൾക്കൂല്ല. കാര്യം ഇന്നത്തെ കാലത്ത് ആർക്കും ഉപദേശം കേൾക്കാൻ ഒരു താല്പര്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉപദേശിക്കുക എന്നുള്ളതിലുപരി നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക. ആ പ്രവൃത്തി ആകട്ടെ നമ്മളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാം പാഠം ആവേണ്ടത്. അതല്ലെങ്കിൽ അവരും പറയും എന്തൊക്കെയോ നാരായണീയ ക്ലാസ്സോ ഭഗവത്ഗീത ക്ലാസ്സോ എന്തൊക്കെയോ പറഞ്ഞ അമ്മമ്മയും അച്ഛമ്മയും നടക്കുന്നുണ്ട്, കാര്യമൊന്നുമില്ല കേട്ടോ, കയ്യിലിരിപ്പ് വേറെയെന്ന് പറയും. അത് കേൾക്കാനുള്ള ഇടം നമ്മളും വരുത്തരുതല്ലോ. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത അനുശാസിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഏവമേത യഥാർത്ഥ ത്വമാത്മാനാം പരമേശ്വര. അപ്പൊ പറയാണ് ലോകേശ്വര ഭഗവാനെ, അങ്ങയെ പറ്റി അങ്ങ് പറഞ്ഞതെല്ലാം പരമാർത്ഥമാണെന്ന് എനിക്കറിയാം. നോക്കൂ, ആ പരമാർത്ഥം, ആ വിശ്വാസമാണ് നമ്മൾക്ക് ഭഗവാനുമായിട്ട് വേണ്ടത്. ഭഗവാനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. ആ പരമാർത്ഥമാണ് എന്നുള്ളത് അർജുനന് എന്ന് തിരിച്ചറിഞ്ഞു, അന്നാണ് ആ വിശ്വരൂപ ദർശനം എന്നുള്ള യോഗത്തിലേക്ക് ആരെത്തിപ്പെട്ടത്? അർജുനൻ എത്തിപ്പെട്ടത്. ഈ ഇത്രയും യോഗങ്ങൾ പറഞ്ഞു കൊടുക്ക നമ്മൾ ഓരോ അധ്യായത്തിലും കാണുന്നുണ്ട്. അർജുനൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അർജുനൻ അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. ഭഗവാനാണ്, ആ ശക്തിയാണ് എന്നിലുള്ളത് എന്നുള്ളത് അർജുനന് തെളിഞ്ഞിട്ടില്ല. ആ ഡൗട്ട്സ് മുഴുവൻ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം എന്നുള്ള ആ ഒരു രൂപം അവിടെ കാണിച്ചു കൊടുക്കുന്നത്. കാരണം നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല വിശ്വരൂപം എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ അറിയാം, 1, 2, 3 സ്ഥലങ്ങളിലെ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമാണ്, അതിന് യോഗ്യതയുള്ള ആൾക്കാർക്ക് മാത്രമാണ് വിശ്വരൂപ ദർശനം എന്നുള്ള ഒരു ഇത് ഭഗവാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരാളായിട്ടാണ് അർജുനനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അർജുനൻ ഭഗവാന്റെ ഭാഗം തന്നെ, എല്ലാവരും ഭഗവാന്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഭഗവാൻ എന്നുള്ള തത്വം, ആ സത്യം തിരിച്ചറിഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് ഭഗവാന്റെ ആ യഥാർത്ഥ രൂപം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ പറയാണ് ദൃഷ്ടുമിച്ഛാമിതേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. ദൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകേശ്വരനായ ഭഗവാനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ദൃഷ്ടുമിച്ഛാമി, എനിക്ക് കാണണം എന്ന ആഗ്രഹമുണ്ട്. എന്താണ് കാണേണ്ടത്? രൂപം ഐശ്വര്യം പുരുഷോത്തമ, ഭഗവാന്റെ ആ ഐശ്വര്യപ്രദമായിട്ടുള്ള ആ രൂപം കാണണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അർജുനൻ പറയണത്. നോക്കൂ, നമ്മൾ മനുഷ്യർക്കും ഇത് തന്നെയാണ് വേണ്ടത്. നമുക്ക് ഒരു നമ്മൾക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് പോകുമ്പോ നമ്മൾ പറയും അത് നടന്നില്ല എന്ന് പറയുമല്ലേ. അത് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് നടക്കാനുള്ള സമയം നമുക്കായിട്ടില്ല. അതുകൊണ്ടാണ് അത് നടക്കാത്തത്. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഇവിടെ അർജുനന് ചോദിക്കുകയാണ്, ഭഗവാനോട് പറയാണ്. അപ്പൊ 4-ാമത്തെ ശ്ലോകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭഗവാനോട് പറയാണ്, ഭഗവാന്റെ വിശ്വരൂപം കാണാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് ഭഗവാന് തോന്നുകയാണെങ്കിൽ, ഒരു ഗുരുവിനെ തോന്നണം ശിഷ്യന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ രൂപം ഒന്ന് എനിക്ക് കാണിച്ചു തരൂ എന്നാണ് പറയണത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? നമ്മൾ പറയാറില്ലേ, അമ്പലങ്ങളിൽ പോണ സമയത്ത് ചിലപ്പോൾ തൊഴുകാൻ പറ്റാറില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നടക്കാൻ പോണ സമയത്ത് നമുക്കത് സാധിച്ചില്ല, നമ്മൾ പറയാറുണ്ട്, നമ്മൾ വിഷമിക്കാറുണ്ട് അല്ലെ. ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ പോയി, അത് സാധിച്ചില്ല നമ്മൾ പറയാറുണ്ട്. ഒന്ന് തിരിച്ചറിഞ്ഞോളൂ, അതിനുള്ള സമയം ആയിട്ടില്ല. അതിന് സമയം
അതിന് നമ്മൾക്ക് എന്താ വേണ്ടതെന്നറിയോ? ആത്മാർത്ഥമായിട്ട് അർജുനനെ പോലെയുള്ള സമർപ്പണ ഭാവമാണ് വേണ്ടത്. അർജുനൻ സമർപ്പണ ഭാവം വന്നത് ഭഗവത്ഗീതയുടെ 10 അധ്യായം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അതുവരെ ആ സമർപ്പണ ഭാവം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമർപ്പണ ഭാവം, എന്ന് നമുക്ക് ആ സമർപ്പണ ഭാവം വരണോ അന്നാണ് ആ വിശ്വരൂപം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പൊ റീസെന്റ് ഞാന് ആറ്റുകാലില് പൊങ്കാല ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പൊങ്കാല ഇടാൻ പോണം എന്നുള്ളത് മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല എനിക്ക്. എങ്ങനെ ദേവി അവിടെ എത്തിച്ചു ഒരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ 10-20 ലക്ഷം ആൾക്കാര് 5-6 മണിക്കൂർ നിന്ന് തൊഴുത ആ ക്യൂവില് 1/2 മണിക്കൂർ നിന്നിട്ട് എനിക്ക് തൊഴുകാനായിട്ട് പറ്റി. അപ്പോ എത്രയോ പ്രാവശ്യം തിരുവനന്തപുരത്തേക്ക് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം കാണാൻ പോവാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയില് എങ്ങനെ അവിടെ പോവാൻ പറ്റി, എങ്ങനെ അവിടെ തൊഴുകാൻ പറ്റി? അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമയമാവുമ്പോ നമ്മൾ ദേവനിലേക്ക് സമർപ്പിക്കുക മാത്രമേ വേണ്ടുള്ളൂ. ആ സമർപ്പണം ദേവി അല്ലെങ്കിൽ ആ ഭഗവാൻ, ആ ചൈതന്യം അത് തിരിച്ചറിയും. നമുക്ക് എന്ന് സമയമാവണോ ആ സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ ഇതിൽ പറയുന്നത്. ഈ ഒരു 2 വാക്കും കൂടി പറയാണ്. ഞങ്ങൾ ട്രിവാൻഡ്രം പോയ സമയത്ത് ഉഷാമാധവനൊക്കെ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഉഷാമാധവനൊക്കെയുടെ ആ ഹോസ്പിറ്റാലിറ്റി എത്രയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയും നമ്മള് രാവിലെ പുലർച്ചെ 5:30 അക്കയുടെ വീട്ടില്, അക്കയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ പൊങ്കാല ഇടണം എന്ന് ആഗ്രഹമുണ്ട്, അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരുന്നു എന്ന്. അപ്പൊ പുള്ളിക്കാരി ഒരു കസിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടാക്കി. രാവിലെ 5:30 കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി നിന്ന് പുള്ളിക്കാരി അവിടെ അമ്പലത്തിന്റെ അടുത്തുള്ള വീട്ടില് എന്നെ കൊണ്ടാക്കി. അവിടെ കൊണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ദേവിയുടെ ദർശനം വന്ന് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇതിന് എത്രമാത്രം നന്ദി പറയണം ഉഷയ്ക്കോടെന്ന് അറിയില്ല. എന്തൊക്കെയാണ് ഉഷാക്കിയോട് ചോദിച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞു തന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമർപ്പണം ദേവിയിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല പല മുഖങ്ങളിലൂടെ അത് ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ അത് സാധിപ്പിച്ചു തരും. ഇവിടെ അർജുനും അതാണ് സംഭവിച്ചത്. അർജുനനെ കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് സമർപ്പിച്ചു? ഈ ഭഗവാനിലേക്ക് സമർപ്പിച്ചു. അവിടെ അർജുനന് വിശ്വരൂപ ദർശന യോഗം വന്നു. അപ്പോ അതുപോലെ ആ സമർപ്പണം, ആത്മാർത്ഥമായിട്ട് ഭഗവാനിലേക്കുള്ള സമർപ്പണം നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിശ്വരൂപം നമുക്ക് ദർശിക്കാനാവും. നമ്മുടെ ജീവിതത്തിലും എല്ലാ വിജയങ്ങളും ഉണ്ടാവും. അതായിരിക്കട്ടെ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യവും. ഹരി ഓം. ഹരി ഓം. വളരെ ലളിതമായ ഭാഷയിൽ ഇതിന്റെ വിവരണം തന്ന ജ്യോതിയൊക്കെ നന്ദി. അടുത്തതായി രമാക്ക 4 ശ്ലോകങ്ങൾ 4 തൊട്ട് 6 വരെ ചാൻഡിങ് ചെയ്യുന്നു. CK ഓമനക്ക അത് ഏറ്റുപാടുന്നു. ഹരി ഓം. ഹരി ഓം. നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായി ശ്ലോകം 4. മന്യസേ യദി തച്ഛക്യം മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം ദർശയാത്മാനമവ്യയം മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം
ദർശയാത്മാനമവ്യയം. ശ്രീഭഗവാനുവാച പശ്യ മേ പാർത്ഥരൂപാണി പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച നാനാവർണാകൃതീനി ച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. അടുത്തതായി ശ്ലോകം 6. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ അശ്വിനൗ മരുതസ്തദാ ബഹൂന്യദൃഷ്ടപൂർവാണി ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത പശ്യാചര്യാണി ഭാരത പശ്യ ആദിത്യാൻ വസൂൻ രുദ്രാൻ പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ അശ്വിനൗ മരുതസ്തദാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാചര്യാണി ഭാരത പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തദാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാചര്യാണി ഭാരത. നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം. ഏകാദശോധ്യായത്തിന്റെ 4, 5, 6 ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അതില് മന്യസേയതി തച്ഛക്യം മയാ ദ്രഷ്ടുമിതേ പ്രഭോ. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഹേ പ്രഭോ, എനിക്ക് ആ സ്വരൂപം കാണുന്നതിന് സാധ്യമാണെന്ന് അങ്ങേക്ക് തോന്നുന്ന പക്ഷം, എനിക്ക് അതിന് യോഗ്യത ഉണ്ട് എന്ന് ഭഗവാന് തോന്നുന്നുവെങ്കിൽ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. അല്ലയോ യോഗികൾക്കെല്ലാം ഈശ്വരനായ ഭഗവാനെ,
അനശ്വരമായ ആ സ്വരൂപത്തെ അങ്ങ് എനിക്ക് കാട്ടിത്തരണേ എന്ന് പറയുകയാണ്. ഭഗവാനോട് വളരെ വിനീതമായിട്ടും വളരെ സങ്കടത്തോടു കൂടിയുമാണ് അർജുനൻ പറയുന്ന, പ്രഭോ അങ്ങയുടെ വിശ്വരൂപം കാണുന്നതിനുള്ള കരുത്ത് എനിക്ക് ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ അല്ലയോ സർവ യോഗേശ്വര, ദയവായി ആ നിസ്സീമമായ വിശ്വരൂപം അങ്ങ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്. അപ്പോ ഭഗവാൻ അടുത്ത ശ്ലോകം ഭഗവാൻ പറയുന്നതാണ്. ശ്രീ ഭഗവാനുവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശഃ. ഭഗവാൻ പറയുകയാണ്, ഹേ അർജുന, അനേക വിധങ്ങളായും ദിവ്യങ്ങളായും നാനാവർണ്ണങ്ങളോടും കൂടിയ ആ രൂപം നീ കണ്ടുകൊള്ളുക. നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. അനേക ആകൃതികളോട് കൂടിയവയും അനേക തരത്തിലുള്ളവയായും അനേകങ്ങളായും ഇരിക്കുന്ന എന്റെ രൂപങ്ങളെ നീ കണ്ടുകൊള്ളുക എന്ന് പറയാണ്. അപ്പോ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലും ഉള്ള എന്റെ ആയിരം ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളുക എന്ന് പറയുകയാണ്. 6-ാമത്തെ ശ്ലോകം. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ. അപ്പോ വീണ്ടും ഭഗവാൻ അർജുനനോട് പറയാണ്, ഹേ ഭരതവംശജ, നീ 12 ആദിത്യന്മാരെയും അഷ്ടവസുക്കളെയും 11 രുദ്രന്മാരെയും 2 അശ്വിനി ദേവന്മാരെയും 7 മരുത്തുക്കളെയും കണ്ടാലും ബഹൂന്യ ദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. മാത്രമല്ല ആരാലും ഇതിനു മുമ്പ് കാണപ്പെടാത്ത മറ്റനേകം ആശ്ചര്യകരങ്ങളായ രൂപങ്ങളെയും നീ കണ്ടുകൊള്ളുക. ഭഗവാൻ പാർത്ഥനോട്, ഹേ പാർത്ഥ, ഭാരതശ്രേഷ്ഠ, ഇതാ ആദിത്യൻ, വസുക്കൾ, രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി ഇതിനു മുൻപ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചു കൊള്ളൂ എന്ന് പറയുകയാണ്. ഹരിയോ. നമുക്ക് നന്നായി വളരെ ലളിതമായി വിവരണം ചെയ്തതിന് നന്ദി. അടുത്തതായി സുധാ കുറുപ്പൊക്കെ ഒരു 2 മിനിറ്റ് ഈ അധ്യായത്തെക്കുറിച്ച് ഒരു ചുരുക്ക വിവരണം പറയാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സുധ. ഹരിയോമക്ക. ഹരിയോ. ഞാന് ജ്യോതിയൊക്കെയും നായരണ്ണനും എല്ലാം പറഞ്ഞു, അവരുടെ കൂടെയൊക്കെ ഇടയിൽ കിടന്നതുകൊണ്ട് കുറച്ചെന്തൊക്കെയോ പറ്റി, പണ്ട് കീരീര കഥ പറഞ്ഞതുപോലെ അതുപോലെ പറയുകയാണ് ഞാന്. ഈ അധ്യായത്തില് 1 തൊട്ട് 55 വരെയുള്ള ശ്ലോകങ്ങളുണ്ട്. അതിലൊരു ചെറുതായിട്ടുള്ളൊരു ചുരുക്കം, വിശ്വരൂപം ദർശന യോഗം എന്നാണ് പേര്. അപ്പൊ ഇവിടെ സകല പ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തെ അനുഭവിച്ചറിയാൻ അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഭഗവാന്റെ. അപ്പൊ എല്ലാ പ്രപഞ്ചങ്ങളുടെ ഘടകങ്ങളും തന്റെ ശരീരത്തിൽ തന്നെ പൊന്തി മറിയുന്നത് കാട്ടിക്കൊടുക്കാമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. അങ്ങനെ അർജുനന്റെ ആ മാംസ ചക്ഷുസ് കൊണ്ടൊന്നും കാണാൻ പറ്റൂല. അത് നേരിൽ കാണാനുള്ള കഴിവില്ലാത്തതിനാൽ, നേരത്തെ ജ്യോതിയൊക്കെ പറഞ്ഞ പോലെ 2-3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് അർജുനനോ. ഭഗവാൻ ആ ദിവ്യ ചക്ഷുസ് നൽകി അർജുനനെ അനുഗ്രഹിച്ചു. ഭഗവാന്റെ ആ വിശ്വരൂപം പാർത്ഥൻ കണ്ടു. 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു ഉയരുന്നത് പോലെ ആ പ്രജ്വലമായ ആ പ്രഭാമണ്ഡലത്തിൽ അനേക അവയവങ്ങളോട് കൂടിയ ഒരു വിശ്വരൂപം പ്രാർത്ഥന അങ്ങ് പരിഭ്രാന്തനാക്കി. വല്ലാതെ പേടി തോന്നി. പ്രപഞ്ചമാകെ ഭഗവാന്റെ ശരീരത്തിൽ കണ്ട് ആ ആശ്ചര്യ വിവശനായി അർജുനൻ ആ പാദങ്ങളുടെ മുമ്പിൽ പ്രണമിച്ചു പറഞ്ഞു, സനാതന ധർമ്മ രക്ഷകനായ അല്ലയോ മഹാവിഷ്ണുവിനെ ദർശിച്ച അർജുനൻ അത് തുടർന്ന് പറയാണ്, ഭഗവാന്റെ ഉഗ്രമായ ഭീകര രൂപം കണ്ട് സ്വപക്ഷത്തും ശത്രുപക്ഷത്തുമുള്ള വീര സൈനികർ വിശ്വരൂപന്റെ ദംഷ്ട്രങ്ങൾക്കടയിൽ അകപ്പെട്ട് ഞെരിഞ്ഞമർന്ന്
മുൻപിൽ വന്നുപെടുന്ന ലോകങ്ങളെ എല്ലാം ജ്വാലകൾ വഹിക്കുന്നത് കണ്ട് വിശ്വരൂപൻ അത് നക്കി തോർത്തുന്നതും കണ്ടു. ഇതെല്ലാം കണ്ട് സംഭ്രാന്തനായ ഭാർഗവൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്, ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് ഭഗവാനോട് ചോദിച്ചു, അരഞ്ഞു. ലോകസംഹാര കർത്താവായ കാലസ്വരൂപനാണ് ഞാൻ എന്ന് ഭഗവാൻ മറുപടിയും നൽകി. പ്രപഞ്ചമാകെ തനിക്ക് അധീനമാണ്, എല്ലാവരെയും കൊല്ലുന്നത് താൻ തന്നെയാണ്. അർജുനൻ കാലസ്വരൂപനായ തന്റെ ഒരു ആയുധം മാത്രമാണ്. അതുകൊണ്ട് ധർമാനുഷ്ഠാനത്തിലൂടെ കീർത്തിയും പ്രീതിയും നേടിക്കൊള്ളുകയാണ് പാർത്ഥന്റെ കർത്തവ്യം. മാതാവും പിതാവും ഗുരുവും എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് അർജുനന് ബോധ്യമായി. അറിഞ്ഞും അറിയാതെയും ശ്രീകൃഷ്ണനോട് ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾക്കെല്ലാം അർജുനൻ മാപ്പുരന്നു. ഈ ഭീകര രൂപം ഉപസംഹരിച്ച് ചതുർബാഹിയായ അങ്ങയുടെ പഴയ രൂപം, മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വിശ്വരൂപന്റെ മുമ്പിൽ വിജയൻ നമസ്കരിച്ചു. ഭഗവാൻ ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പാർത്ഥസാരഥിയായ കൃഷ്ണനായി അർജുനന് ദർശനം നൽകി. എന്നിട്ട് ഭഗവാൻ അരുളി ചെയ്തു, ദേവദുർലഭമായ ദർശനമാണ് നിനക്കിന്ന് ഞാൻ ലഭിച്ചത്. വേദം, യജുർ, തപസ് തുടങ്ങിയവയ്ക്കൊന്നും ദർശിക്കാനും ഈ രൂപത്തിൽ ലയിക്കാനും കഴിയൂ. എല്ലാ കർമ്മങ്ങളും എന്നെ ആരാധിക്കുന്നതിനായി കരുതി എന്നെ തന്നെ ജീവിത ലക്ഷ്യമാക്കി കണ്ട് ഞാനെന്നും എന്റേതെന്നും ഉള്ള ഭാവമൊന്നും ഇല്ലാതെ സകല പദാർത്ഥത്തിലും ഈശ്വര ചൈതന്യത്തിലും കണ്ടെത്തി ഒന്നിനോടും ദേഷ്യമില്ലാതെ പ്രവർത്തിക്കാൻ എന്നെ എന്ന് പ്രവചിക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. എനിക്കിതൊന്ന് പറയാൻ അവസരം തന്ന നമ്മുടെ സമിതിക്കും എല്ലാ യോഗബന്ധുക്കൾക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. കൃഷ്ണാർപ്പണമസ്തു. ഹരിയോ മക്ക, വളരെ നന്ദി. അടുത്തതായി ഇപ്പോ ബാക്കപ്പിനായി വന്നിട്ടുള്ള പ്രീജിത അക്കയ്ക്കും ഗിരിജ രാജേന്ദ്രയ്ക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്കൊരു 8 മിനിറ്റും കൂടി ഉണ്ട്. ഹരിയോ. ഹരിയോ. അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ വിശ്വരൂപം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, കണ്ടോളൂ. അർജുനൻ നോക്കിയാണ്, പക്ഷെ ഒന്നും കാണുന്നില്ല. അർജുനൻ പറയുന്നു, മാധവ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ശരിക്കും നോക്കൂ, കാണുന്നില്ല. പക്ഷെ വ്യക്തമായി കാണുന്നില്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് കണ്ണട വെക്കാം. ആ സമയത്ത് കണ്ണടയില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അർജുനന് കൃഷ്ണൻ ദിവ്യമായ നയനങ്ങൾ കൊടുക്കുകയാണ് ഇത് കാണുവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ പറയും, ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടപ്പോൾ പറയും, ആ നല്ല ആളാണെന്ന് തോന്നുന്നു. പക്ഷെ അയാളെ നമുക്ക് വ്യക്തമായി അറിയണമെങ്കിൽ അയാളോട് കുറച്ച് നമ്മൾ ഇടപഴകി കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ വിശ്വരൂപം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു രൂപം, ആ കാണുന്ന രൂപത്തിന്റെ ഉള്ളിലും വേറൊരു രൂപമുണ്ട്, വിശ്വമായ ഒരു രൂപമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായി നമ്മൾ ഉള്ളിലേക്ക് ചിന്തിക്കേണ്ടി വരും. അതുപോലെ ഇതാണ് കൃഷ്ണൻ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ആ വിശ്വരൂപം. അർജുനനെ തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് കാര്യം. അപ്പോൾ അങ്ങനെ ദിവ്യ നയനങ്ങൾ കൊടുക്കുകയാണ് അർജുനന് കൃഷ്ണൻ. ആ നയനങ്ങൾ അർജുനനുള്ള നയനങ്ങളുടെ പവർ കൂട്ടുകയാണ്. അങ്ങനെ ആ കണ്ണുകൾക്ക് ആ പവർ കൂട്ടിയപ്പോഴാണ് ആ കൃഷ്ണന്റെ ആ വിശ്വരൂപം അർജുനൻ ദർശിക്കുന്നത്. അപ്പോൾ ഈ കണ്ണുകൾക്ക് അപ്പുറവും പല കാഴ്ചകളും ഉണ്ട് അല്ലെ. നമ്മൾക്ക് കണ്ണുകൾക്ക് കാണാൻ പരിമിതികളുണ്ട്. അപ്പോൾ അതിനപ്പുറമുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ആ വിശ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാത്ത പലതുമുണ്ട് ഈ ഭൂമിയിൽ തന്നെ, ഈ ലോകത്ത് തന്നെ. അതിനുവേണ്ടി ഇന്ന് മനുഷ്യർ, ശാസ്ത്രജ്ഞന്മാർ പല ഉപകരണങ്ങളും കണ്ടുപിടിച്ചു. ടെലസ്കോപ്പ് അങ്ങനെ പോലുള്ള ഉപകരണങ്ങൾ. അതിലെ കൂടി നോക്കുമ്പോൾ സൗരയൂഥത്തിലെ പല ഗ്രഹങ്ങളും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എക്സ്റേ സ്കാനിങ് പോലുള്ള ഉപകരണങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലുള്ള ആ വസ്തുക്കളെ, നമുക്ക് കാണാത്ത വസ്തുക്കളെ കാണാൻ നമുക്ക് ദിവ്യമായ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഉപകരണം ആവശ്യമാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ അർജുനന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. യുദ്ധത്തിൽ അർജുനനോട് പോരാളികളായിട്ട് വന്നിരിക്കുന്ന ആ ശത്രുക്കളെയൊക്കെ ആ വിശ്വരൂപത്തിൽ കൃഷ്ണൻ വിഴുങ്ങുന്നതാണ് അർജുനൻ കാണുന്നത്. നോക്കുമ്പോഴേക്ക് ഭീമനും ദുര്യോധനും
അതുപോലെ തന്നെ ദുശാസനും മറ്റുള്ള എല്ലാ ശത്രുക്കളെയും നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിലൂടെ കാണുമ്പോൾ. അപ്പോൾ ഒരു കാലത്തിന്റെ ഉള്ളിലേക്ക്, നമ്മളെല്ലാം കാലത്തിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ കടന്നു പോകുമ്പോൾ ഒരു ശക്തി നമ്മുടെ പിന്നിൽ എന്നും ഉണ്ട്, ഒരു മരണം എന്ന ഒരു വലിയൊരു ശക്തി. അത് നമ്മുടെ പിന്നിൽ എപ്പോഴും ഉണ്ട്. അതിൽ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ആ ഗംഭീരമായ ശക്തി, കാലം എന്ന ഒരു ഗംഭീരമായ ശക്തി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പിറകെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ എന്തുകൊണ്ടാണ് ആ വിശ്വരൂപം നമുക്ക് കാണിച്ചു തരാത്തത്? അത് കാണാനുള്ള ശക്തി നമുക്ക് ഇല്ല, അതിനുള്ള കരുത്ത് നമുക്ക് വേണം. അപ്പോൾ ഈ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്, അത് കാണാനുള്ള കരുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരേണ്ടതുള്ളൂ. അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് അല്ലെ, ഒരു നേരിട്ട് പറയുന്നില്ല എനിക്ക് കാണണമെന്ന്, ഒരു അപേക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കത് കാണാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണിച്ചു തരുവാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. ഹരിയോ ഹരിയോ ഗിരിജരാജേന്ദ്രനൊക്കെ. ഹരിയോം. അപ്പോ വിശ്വരൂപം പലയിടത്തായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതായത് കൗസല്യ ദേവിക്ക്, അഹല്യക്ക്, താരയ്ക്ക് തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തതായിട്ട് രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിശ്വരൂപത്തില് ആരൊക്കെയുണ്ട്? ദ്വാദശാദിത്യന്മാരുണ്ട്, അഷ്ടവസുക്കളുണ്ട്, ഏകാദശ രുദ്രന്മാരുണ്ട്, അശ്വിനി കുമാരന്മാരുണ്ട്, മരുത്തുക്കളെയും അതുകൂടാതെ മുമ്പ് കാണാത്ത പല അത്ഭുത ദൃശ്യങ്ങളെയും കാണുവാൻ ഭഗവാൻ അർജുനനെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ ദ്വാദശാദിത്യന്മാർ എന്ന് പറഞ്ഞാൽ കശ്യപ മഹർഷിക്ക് അതിഥിയിലുണ്ടായ 12 പുത്രന്മാരെ ദ്വാദശാദിത്യന്മാർ എന്ന് പറയുന്നു. ധാതാവ്, മിത്രൻ, ആര്യമാവ്, രുദ്രൻ, വരുണൻ, സൂര്യൻ, ഭഗൻ, വിവസ്വാൻ, പൂഷ്വാവ്, സവിതാവ്, ത്വഷ്ടാവ്, വിഷ്ണു എന്നിങ്ങനെ 12 പേര്. പിന്നെ അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് ധർമ്മദേവന് ദക്ഷപുത്രിയായ വസുവിൽ ജനിച്ചവരാണ്. ധരൻ, ധ്രുവൻ, സോമൻ, അഹസ്, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നിവരാണ് അഷ്ടവസുക്കൾ. പിന്നെ ഏകാദശ രുദ്രന്മാർ എന്ന് പറയുമ്പം കശ്യപന്റെയും അതിഥിയുടെയും സന്താനങ്ങളാണ്. ഏകാദശ 11 പേര്, 11 രുദ്രന്മാര്. അജൻ, ഏകപാദൻ, അഹിർബുദ്ധ്യൻ, വാമദേവൻ, രുദ്രൻ, ഹരൻ, ശംഭു, ത്ര്യംബകൻ, അപരാജീനൻ, ഈശാനൻ, ത്രിഭുവൻ എന്നിങ്ങനെ 11 രുദ്രന്മാര്. അശ്വിനി കുമാരന്മാർ എന്ന് പറയുമ്പോൾ ദേവലോകത്തെ വൈദ്യന്മാരാണ് അവര്. സൈന്യൻ, ദസ്രൻ എന്നിവരെയാണ് അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും സൂര്യന്റെയും പത്നി സപ്ഞയുടെയും മക്കളാണ്. മരുത്തുക്കൾ എന്ന് പറയുമ്പോൾ ദിതിയുടെ 49 മക്കളെയാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ വിശ്വരൂപത്തിൽ സകല ചരാചരങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ദേവന്മാരുടെ പേരെടുത്തു പറഞ്ഞ് അർജുനനെ അവരെ എല്ലാം തന്റെ വിശ്വരൂപത്തിൽ ദർശിക്കാൻ ഭഗവാൻ പറയുകയാണ്. എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കാൻ പ്രസിദ്ധന്മാരുടെ പേരുകളാണല്ലോ എല്ലാവരും ആദ്യം ഉച്ചരിക്കുക എന്നതുപോലെ തന്നെ മറ്റു വിസ്മയം ജനിപ്പിക്കുന്ന വസ്തുക്കളും കാണാം എന്ന് ഭഗവാൻ അർജുനോട് ഇവിടെ പറയുകയാണ്. ഹരിയോം. ഹരിയോം. ഇത്രയും പറയാൻ അവസരം തന്നതില് സമിതിയോട് പ്രത്യേകം നന്ദിയും നമസ്കാരവും. ഹരിയോം. ഹരിയോം. ഇന്നത്തെ വിശ്വരൂപ ദർശനം എന്ന അധ്യായത്തിലെ ിലൂടെ നമുക്കെല്ലാം ലഭിച്ച ഒരു അനുഭൂതി വാസ്തവം പറഞ്ഞാൽ ശരിക്കും അവാച്യമാണ്. ഇനി വരാനിരിക്കുന്ന ശ്ലോകങ്ങൾ നമ്മെ സാക്ഷാൽ പരബ്രഹ്മത്തെ ഒന്നുകൂടി നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇന്നത്തെ പാരായണം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇന്ന് ധ്യാന ശ്ലോകം വളരെ ഭക്തിപൂർവവും ഭംഗിയായും ചൊല്ലിയ ലതാ ദിവാകരയ്ക്ക് സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ വളരെ നന്നായി ചെയ്ത EV നാരായണനും എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. മൂന്നാമതായി ചാൻഡിങ് ഗൈഡൻസ് 1 തൊട്ട് 6 ശ്ലോകം വരെ ചെയ്ത രമ അക്കയ്ക്കും, റിപ്പീറ്റേഷൻ 1 തൊട്ട് 3 വരെ ശ്ലോകങ്ങൾ 1 തൊട്ട് 3 വരെ ചൊല്ലിയ ബിനി അക്കയ്ക്കും, 4 തൊട്ട് 6 വരെ ചൊല്ലിയ ഓമന അക്കയ്ക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതേപോലെ എക്സ്പ്ലനേഷൻ വിവരണം വളരെ ഭംഗിയായി നിർവഹിച്ച 1 തൊട്ട് 3 ശ്ലോകങ്ങളെ വളരെ ഭംഗിയായി നിർവഹിച്ച ജ്യോതിയാക്കും
അതേപോലെ തന്നെ 4 തൊട്ട് 6 വരെ നന്നായി വിവരിച്ചു തന്ന ജയശ്രീ അക്കയ്ക്കും നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇപ്പോ ബാക്കപ്പിനായി വന്ന പ്രീജിത അക്കയ്ക്കും ഗിരിജ അക്കയ്ക്കും അവര് നൽകിയ ചെറിയ ഒരു വിവരണത്തിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ സുധാ കുറുപ്പൊക്ക വളരെ നല്ലൊരു വീക്ഷണമാണ് നമുക്ക് ഈ വിശ്വരൂപ ദർശനത്തെ പറ്റി തന്നത്. അക്കയ്ക്കും സമിതിയുടെ പേരിലും നമ്മളുടെ എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ്, യൂട്യൂബ് ലോഡിംഗ് എല്ലാം ചെയ്യുന്ന സുനൈന അക്കയ്ക്ക് സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അവസാനമായി ഈ എന്താ പറയുക യജ്ഞം വളരെ ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്ന സിന്ധു അക്കയ്ക്കും പിന്നെ നമ്മളുടെ എല്ലാം മുഖ്യ ശിക്ഷകനായ ഗോപണ്ണനും നന്ദി പറയുന്നു. അവസാനമായി എനിക്ക് ഈ പരിപാടി ആങ്കറിങ് ചെയ്യാൻ അവസരം തന്ന സമിതിക്ക് എൻ്റെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി വേറെ ആരും വിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തതായി ലോക കല്യാണ മന്ത്രം ചൊല്ലി നമുക്ക് ഈ അധ്യയനം അവസാനിപ്പിക്കാം. എല്ലാവരും നട്ടെല്ല്, കഴുത്ത്, ശിരസ് എന്നിവ നിവർന്ന് കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരിക. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.